If two tangents are inclined at 60 degree are drawn to a circle of radius 3 cm, then find the length of each tangent. ഫിഗർ ഗിവൺ അല്ല, സോ നമുക്ക് ഫസ്റ്റ് ഫിഗർ ഡ്രോ ചെയ്യാം. സോ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ഈ സർക്കിളിൻ്റെ സെൻറ്റർ അറ്റ് ഒ. ഓക്കെ, ഇനി ഇഫ് ടു ടാൻജൻസ് ആർ ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി ആർ ഡ്രോൺ ടു എ സർക്കിൾ അല്ലേ. ഓക്കെ, അപ്പോൾ ടു ടാൻജൻസ് ആർ ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ട് ടാൻജൻറ്റിൻ്റെ ബിറ്റ്വീനിലുള്ള ആംഗിളാണ് 60 ഡിഗ്രി. സോ നമുക്ക് രണ്ട് ടാൻജൻറ്റ് ഒരു സെയിം പോയിൻറ്റിൽ നിന്നിട്ട് രണ്ട് ടാൻജൻറ്റ് വരക്കണം അല്ലേ. ഈ പോയിൻറ്റിനെ എക്സ്റ്റേണൽ പോയിൻറ്റിനെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. എ ബി ആൻഡ് എ സി ആണ് രണ്ട് ടാൻജൻസ്. ഇനി ടു ടാൻജൻസ് ആർ ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി. സോ ഈ രണ്ട് ടാൻജൻസിൻ്റെയും ബിറ്റ്വീനിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, ആർ ഡ്രോൺ ടു എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഒ ബി ആൻഡ് ഒ സി റേഡിയസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇനി നെക്സ്റ്റ് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻറ്റ്. ടാൻജൻറ്റിൻ്റെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലേ. എ ബി എ സി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എ എന്നത് എക്സ്റ്റേണൽ പോയിൻ്റ് ആണ്, ആൻഡ് എ ബി ആൻഡ് എ സി ആർ ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ് ടു ദ സെയിം സർക്കിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി, ഈ രണ്ട് ടാൻജൻറ്റിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. ഓക്കെ, സോ എ ബി ഈക്വൽ ടു എ സി. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുക. റീസൺ എന്താണ്? ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് ആംഗിൾ ഒ ബി എ ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. സിമിലർലി ഒ സി എ ഇതും 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് റീസൺ? ഇവിടെ എ ബി എന്നത് ടാൻജൻ്റ് ആണ്, ഒ ബി എന്നത് റേഡിയസ് ആണ് അല്ലേ. ആൻഡ് വി ഹാവ് the tangent at any point of a circle is perpendicular to the radius at the point of contact. B അല്ലേ point of contact? സെയിം റീസൺ തന്നെ. ഒ സി റേഡിയസ് ആണ്, എ സി ടാൻജൻ്റ് ആണ്. സോ ഒ ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എ ഒ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ഓക്കെ, നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടി. സോ കൺസിഡർ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എയിം ഈ രണ്ട് ട്രയാങ്കിളും കൺകറൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക വേണ്ടത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എ ഒ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ് അല്ലേ. സോ എ ഒ ഈക്വൽ ടു എ ഒ. റീസൺ എന്താണ്? കോമൺ സൈഡ്. നെക്സ്റ്റ് ഒ ബി ഈക്വൽ ടു ഒ സി എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ. നെക്സ്റ്റ് സൈഡ് എ ബി ഇസ് ഈക്വൽ ടു എ സി ആണ് ഫ്രം ഇക്വേഷൻ 1. സോ ട്രയാങ്കിൾ എ ഒ ബി ഇസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ ഒ സി. എന്താണ് റീസൺ? ബൈ SSS തിയറം ഓഫ് കോൺഗ്രുവൻസ്. സോ ഈ രണ്ട് ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് എ ഒ സി കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സ് ആൻഡ് ആംഗിൾ സെയിം ആയിരിക്കും അല്ലേ, ബൈ CPCT. സോ ആംഗിൾ ബി എ ഒ ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ CAO അല്ലേ. എന്താണ് റീസൺ? CPCT. അതായത് ഈ എ ഒ ഈ ആംഗിളിനെ ഈക്വലി ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. 60 ഡിഗ്രീനെ ഈക്വലി ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആംഗിൾ ബി എ ഒ പ്ലസ് ആംഗിൾ CAO ഇസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്, ആൻഡ് ഈ രണ്ട് ആംഗിൾസും സെയിം ആണ് അല്ലേ. സോ 2 ആംഗിൾ BAO ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ബിക്കോസ് ആംഗിൾ CAO ഇസ് ഈക്വൽ ടു ആംഗിൾ BAO. സോ CAൻ്റെ പ്ലേസിൽ നമ്മൾ BAO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So angle BAO is equal to 60 divided by 2, that is 30 degree.
ഓക്കെ, സോ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി ഒ റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്രയാങ്കിളിനെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഇവിടെ ഒന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഒ ബി എ അല്ലേ. ഇവിടെ ഒ ബി റേഡിയസ് ഗിവൺ ആണ് അല്ലേ. ഒ ബി 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ടാൻജൻറ്റ് എന്താണ്? എ ബി. സോ ഈ എ ബി ലെങ്ത്ത് ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, സോ അക്യൂട്ട് ആംഗിൾ 30 ഡിഗ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്? ടാൻ അല്ലേ. സോ ടാൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് 3 ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി എ ഓർ എ ബി. ഓക്കെ, ടാൻ 30 ഈസ് 1/√3. 1/√3 ഈസ് ഈക്വൽ ടു 3 ബൈ എ ബി. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എ ബി ഈസ് ഈക്വൽ ടു 3√3 യൂണിറ്റ് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു 3√3. എ ബി 3√3 ആണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു 3√3 ആണല്ലേ. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻറ്റ് ഈസ് 3√3 സെൻറ്റിമീറ്റർ. ഓക്കെ.